നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. മുംബൈ നഗരത്തിൽ പോയവരൊക്കെ പാനിപൂരി കഴിക്കാതെ മടങ്ങി വരാറ് പതിവില്ല. മുംബൈയിൽ പോയി കഴിഞ്ഞാൽ പാനിപൂരി കഴിക്കാതെ വരിക എന്നത് നാണക്കേടുള്ള കാര്യമാണ്. അത്രയേറെ പ്രശസ്തി ഉള്ള ഒരു വിഭവമാണ് പാനിപൂരി. എന്നാൽ ഈ പാനിപൂരി ഞാൻ ഒരിക്കൽ മാത്രമേ കഴിച്ചുള്ളൂ. പാനിപൂരി കഴിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എങ്കിലും ഞാൻ പാനിപൂരി കഴിക്കുവാൻ എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് പാനിപൂരി കഴിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്? ഇന്നത്തെ വിശേഷം അതിനെ പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. പാനിപൂരി എന്നത് മുംബൈയിലെ പ്രശസ്തമായ ഒരു സ്നാക്ക് ഐറ്റമാണ്. റോഡരികിലെല്ലാം പാനിപൂരി വിൽക്കുന്ന കച്ചവടക്കാരെ കാണാം. മുംബൈയിൽ നിവാസികളെല്ലാം തന്നെ റോഡിൽ കൂടെ നടക്കുന്നവരും ജോലിക്ക് പോകുന്നവരും എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് പാനിപൂരി. പാനിപൂരി എന്ന് പറയുന്നത് പൂരി തന്നെയാണ്. ഈ പൂരി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും വലിപ്പമില്ല. പൂരി ചെറിയ ഒരു വട്ടത്തിലുള്ള ഒരു പൂരി ആയിരിക്കും. അത് എണ്ണയിലിട്ട് വറുത്ത് വന്നു കഴിയുമ്പോൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഉരുണ്ട് വരും. അങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പൂരി. അതിൻ്റെ ഒരു വശം നല്ല മൊരുമൊരുപ്പായിട്ട് പൊങ്ങി നിൽക്കും. അവിടെ ഇച്ചിരി പൊട്ടിച്ച് അതിനുള്ളിൽ ഒരു ബോർഡ് പോലെ ഇരിക്കുന്ന അതിൻ്റെ ഉൾവശം കാലിയായിരിക്കും. അവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും മസാല ചേർത്തത് ഫില്ലിംഗ് ആയിട്ട് നിറച്ച് വെച്ചിട്ട് അതിനുള്ളിൽ പുളിവെള്ളം നിറയെ ഒഴിച്ചിട്ട് അതാണ് പാനിപൂരി. ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് പാനിപൂരി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു 5-6 എണ്ണം കാണും. കാരണം ഈ പൂരി തീരെ ചെറുതാണല്ലോ. ഈ 5-6 പൂരി ഉള്ളത് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നമ്മൾക്ക് തരികയില്ല. ഒരു പ്ലേറ്റിൽ ഒരു പൂരിയാണ് ഒരു പ്രാവശ്യം തരിക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൂരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പൂരിയായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതിനുള്ളിൽ ഫില്ലിങ്ങും ഉരുളക്കിഴങ്ങ് മസാല ചേർത്തുള്ള ഫില്ലിങ്ങും അതിൻ്റെ കൂടെ പുളിവെള്ളവും ഒഴിച്ചിട്ട് തരുന്നത് കച്ചവടക്കാരനാണ് ഒഴിച്ചു തരിക. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് പൂരി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കച്ചവടക്കാരൻ ഒരു പൂരി എടുത്ത് അതിനുള്ളിൽ മസാല നിറച്ച് പുളിവെള്ളം ഒഴിച്ച് നമ്മൾക്ക് ഒരു പ്ലേറ്റിൽ വെച്ച് തരും. അത് അവിടെ നിന്ന് തന്നെ കഴിക്കണം. അത് കഴിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത പൂരി ഇതുപോലെ ഫില്ലിങ് വെച്ച് പുളിവെള്ളം ഒഴിച്ച് പ്ലേറ്റിൽ വെച്ച് തരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കഴിച്ച് കഴിയുന്നത് വരെ കച്ചവടക്കാരൻ അടുത്ത പൂരി തരാൻ വേണ്ടി റെഡിയായി നോക്കി നിൽക്കുകയാണ്. ഇതിനുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പൂരി മുഴുവനായി വായിലേക്ക് വെക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എൻ്റെ വായ തീരെ ചെറുതാണ്. ഒരിക്കൽ പല്ല് നോക്കാൻ ഡോക്ടറുടെ അടുക്ക പോയപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു തീരെ ചെറിയ വായാണ്. ഒരു സിറിഞ്ചിനകത്ത് ഉള്ള വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ വായ നിറഞ്ഞു പോന്നു. അത്രയ്ക്ക് ചെറിയ ഒരു വായാണ്. അപ്പോൾ ഈ ചെറിയ വായിലേക്ക് ഇത്ര ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പൂരി അതിൻ്റെ മസാലയും അതിൽ വെള്ളവും എല്ലാം ചേർത്ത് വെള്ളം ഒട്ടും താഴെ പോകാതെ വായ്ക്കുള്ളിൽ ഇത് മുഴുവനോടെ എടുത്ത് വയ്ക്കണം. അല്ലാതെ നമുക്ക് കുറച്ചായിട്ട് കടിച്ചു തിന്നുവാൻ സാധിക്കില്ല. അതാണ് പാനിപൂരിയുടെ പ്രത്യേകത. ഈ പുളിവെള്ളവും അതിൻ്റെ മസാലയും പൂരിയും എല്ലാം ചേർത്ത് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള സാധനം മുഴുവനോടെ വായ്ക്കുള്ളിലേക്ക് കയറ്റി വെച്ച് അത് മുഴുവനോടെ കഴിച്ച് കഴിയുമ്പോൾ മാത്രമാണ് അടുത്ത പൂരി റെഡിയാക്കി കച്ചവടക്കാരൻ തരിക. അപ്പോൾ ഈ കച്ചവടക്കാരൻ നമ്മൾ കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അയാൾക്ക് അടുത്തത് ഫില്ല് ചെയ്ത് റെഡിയാക്കി പ്ലേറ്റിലേക്ക് വെച്ച് തരാൻ. അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്നത് നോക്കി കച്ചവടക്കാരൻ നിൽക്കും. നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അയാൾക്ക് അയാളുടെ ജോലി തുടരുവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് മുറിച്ചൊന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ഇതെല്ലാം കാരണം അത് റോഡരികിൽ നിന്ന്
അത്ര കഷ്ടപ്പെട്ട് കഴിക്കുവാനുള്ള കഷ്ടപ്പാട് കാരണമാണ് ഞാൻ ഈ പാനിപൂരി കഴിക്കുവാൻ വേണ്ടി മെനക്കെടാത്തത്. എന്നാൽ പാനിപൂരി കഴിച്ചില്ലെങ്കിൽ ഒരു നാണക്കേടാണല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ എപ്പോഴും നിന്നിരുന്നതിനാൽ പാനിപൂരി കഴിക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അപ്പം ഞാനും സഹോദരിയും മോളും കൂടെ ഉള്ള ഞങ്ങളുടെ വീട്ടിൽ പാനിപൂരി പാഴ്സലായി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. മകള് ഒരുപാട് ബഹളം വെച്ചു. പാനിപൂരി അങ്ങനെ പാഴ്സലായി കിട്ടുകയില്ല, കാരണം ഇതിനകത്ത് വെള്ളങ്ങൾ പലതുണ്ട്, പുളിവെള്ളം പലതരത്തിലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഈ വെള്ളം എല്ലാം കൂടെ അവർ പാഴ്സലാക്കി തരികയില്ല, ആരും അങ്ങനെ പാനിപൂരി പാഴ്സൽ വാങ്ങിക്കാറില്ല എന്ന് വെച്ച് കുറേ അധികം ബഹളം വെച്ചു. പക്ഷേ ഞങ്ങളുടെ നിർബന്ധം കാരണം അത് വാങ്ങിക്കൊണ്ട് വരാം എന്ന് ഏറ്റു. ഈ വെള്ളങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടി പാത്രങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടു. അങ്ങനെ ഇതെല്ലാം കൊണ്ടുപോയിട്ട് പാനിപൂരി പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് പൂരിയായിട്ട് കിട്ടും. ആ പൂരിക്കുള്ളിൽ മസാല നിറയ്ക്കണം. മസാല നിറച്ചിട്ട് പിന്നെ ഇതിൻ്റെ വെള്ളം, പുളിവെള്ളം പലവിധം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നിൽക്കുന്നത്. അത് ഒഴിച്ചിട്ട് മുഴുവനോടെ കഴിക്കുകയാണ് ചെയ്യുക. പാനിപൂരി മുഴുവനോടെ കഴിക്കാൻ ഒട്ടും തന്നെ പറ്റിയല്ല എനിക്ക്. അതിനാൽ തന്നെ ഞാനത് കടിച്ചു മുറിച്ച് കഷണങ്ങളായി കഴിച്ചു. എങ്കിലും പാനിപൂരി കഴിച്ചു എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായി. ഇപ്പം ഇത് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു വിശേഷമായ ഒരു സംഭവമാണ്, ഒരു വിഭവമാണ്. എങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിലെ ഘടകങ്ങൾ എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. മുംബൈയിലുള്ള പല പേരുകളിൽ പലതരം വിഭവങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ എല്ലാത്തിലും മെയിനായിട്ടുള്ള ഘടകം ഉരുളക്കിഴങ്ങ് ആണ്. ഉരുളക്കിഴങ്ങ് മസാല, പൂരി മസാലയാട്ടെ, പൊട്ടറ്റോ വടയാട്ടെ, അല്ലെങ്കിൽ പാനിപൂരി ആട്ടെ, എല്ലാത്തിലും പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ധാരാളമായി സവാളയുമാണ്. അപ്പോൾ മുംബൈയിലുള്ള എല്ലാ വിഭവങ്ങളിലും ധാരാളമായി സവാള വഴറ്റി ചേർക്കും. സവാളയും മസാലയും ചേർത്ത് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും പുഴുങ്ങി ചേർത്ത് ഇത് ഫില്ലിംഗ് അല്ലാതെ അങ്ങനെ ഉള്ള വിഭവങ്ങളാണ് സാധാരണയായി മുംബൈയിൽ കിട്ടുക പതിവ്. എന്തായാലും പാനിപൂരി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുള്ള മനപ്രയാസം ഇല്ലാതായി. ഒരിക്കലാന്ന് പറഞ്ഞാലും പാനിപൂരി കഴിച്ചതിൻ്റെ വിശേഷം അങ്ങനെയായി. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.